ഹായ് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ജനറൽ PSC ചാനലിലേക്ക് സ്വാഗതം. ഞാൻ സഞ്ജയ്. ഗവൺമെൻറ് മേഖലയിൽ യൂണിഫോം ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഒരുപിടി നല്ല അവസരങ്ങളാണ് നമ്മുടെ ഈ ഒരു വർഷാവസാനം വന്നിരിക്കുന്നത്. കാരണം CPO നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, സിവിൽ എക്സൈസ് ഓഫീസർ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, അതുപോലെ ഫയർമാൻ നോട്ടിഫിക്കേഷനുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള സമയം എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് പഠിക്കുക അല്ലെ. ആദ്യമായിട്ട് എക്സാം എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾ ഉണ്ടാവും, അതേപോലെ നിരന്തരം എക്സാം എഴുതി പക്ഷേ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാത്ത ഉദ്യോഗാർത്ഥികൾ ഉണ്ടാവും. അപ്പോൾ എങ്ങനെ ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് എത്തപ്പെടാം എന്ന് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ നോട്ടിഫിക്കേഷനുകൾ, പ്രധാനപ്പെട്ട 2 നോട്ടിഫിക്കേഷനുകൾ CPO WCPO ആണ്. CPOയുടെ കാറ്റഗറി നമ്പർ മറക്കണ്ട, 563/2025 ആണ് CPOയുടെ കാറ്റഗറി നമ്പർ. അതേപോലെ WCPOയുടെ കാറ്റഗറി നമ്പർ എന്ന് പറയുമ്പോൾ 582/2025. CPO എന്ന് പറയുന്ന ബറ്റാലിയൻ വൈസ് നടക്കുന്ന ഒരു എക്സാമാണ്. പക്ഷേ WCPO എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് വൈഡ് നടക്കുന്ന ഒരു എക്സാമാണ്. അപ്പോൾ എത്രയും വേഗം തന്നെ അപ്ലൈ ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങളുടെ വൺ ടൈം പ്രൊഫൈൽ വഴി കൃത്യമായിട്ട് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എക്സാമിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ എന്ത് ചെയ്യണം? എക്സാമിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ എക്സാമിൻ്റെ പാറ്റേൺസ് നമ്മളൊന്ന് മനസ്സിലാക്കണം. അതായത് നമ്മുടെ ഈ പറയുന്ന ഫോഴ്സിലേക്കുള്ള എക്സാം ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആദ്യം ഒരു OMR എക്സാം ഉണ്ടാവും. അതിലൊരു നിശ്ചിത കട്ട് ഓഫ് ഉണ്ടാവും. കട്ട് ഓഫ് ക്ലിയർ ചെയ്യുന്നവർക്ക് എന്തുണ്ടാവും? ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാവും. അതിനുശേഷമായിരിക്കും ഫിസിക്കൽ മെഡിക്കൽ ടെസ്റ്റുകൾ ഉണ്ടാവും. അതിനുശേഷമായിരിക്കും എന്ത് നടത്തുന്നത്? നമ്മുടെ മെയിൻ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു പാറ്റേൺ ആണ് നമ്മൾ ഈ പറയുന്ന CPOക്ക് ആണെങ്കിലും WCPOക്ക് ആണെങ്കിലും സിവിൽ എക്സൈസ് ഓഫീസറിനാണെങ്കിലും അല്ലെങ്കിൽ ഫയർമാൻ എക്സാമുകൾക്കും ഇങ്ങനൊരു പാറ്റേൺ ആണ് നമ്മുടെ എക്സാം നടക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് കടമ്പ എന്ന് പറയുന്നത് നമ്മുടെ എക്സാം ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ കടമ്പ എന്ന് പറയുന്നത്. നിശ്ചിത കട്ട് ഓഫ് ക്ലിയർ ചെയ്യുക. അപ്പോൾ എങ്ങനെ ഈ കട്ട് ഓഫിനെ മറികടക്കാം? ആദ്യം നമ്മൾ സിലബസ് മനസ്സിലാക്കുക. ഇപ്പോൾ CPOയുടെ സിലബസ് ആണെങ്കിൽ നമുക്കറിയാം 20 മാർക്കിന് സ്പെഷ്യൽ ടോപ്പിക്സ് വരുന്നുണ്ട്. 10 മാർക്ക് മലയാളമാണ്, 10 മാർക്ക് ഇംഗ്ലീഷാണ്, 10 മാർക്ക് മാത്സ് ആണ്, 10 മാർക്ക് കറണ്ട് അഫേഴ്സ് അല്ലേ. അതിൻ്റെ ടോട്ടൽ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 60 മാർക്ക് എടുത്ത് കോർ ഏരിയ ആണ്. അപ്പോൾ ഇതിൻ്റെ കോർ ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ്, 60 മാർക്ക്. ഈ ഒരു 60 മാർക്കാണ് ഇതിൻ്റെ കോർ ഏരിയ എന്ന് പറയുന്നത്. പിന്നീടാണ് നമ്മുടെ 40 മാർക്കിനടുത്താണ് നമ്മുടെ ബാക്കി GK സെക്ഷൻസ് വരുന്നത്. അതിൽ തന്നെ ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ, അതേപോലെ എക്കണോമിക്സ്, കോൺസ്റ്റിറ്റ്യൂഷനും എക്കണോമിക്സും കൂടി കണ്ടോ അത്യാവശ്യം 13 മാർക്ക് എടുത്ത് നമുക്ക് അവിടെ നിന്ന് സ്കോർ ചെയ്യാൻ സാധിക്കും. കോൺസ്റ്റിറ്റ്യൂഷനും എക്കണോമിക്സും കൂടി 8 അല്ലെ, 13 മാർക്ക് എടുത്ത് നമുക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യാൻ സാധിക്കുന്നു? കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതെന്ന് കൂടി, അല്ലെങ്കിൽ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്നതെന്ന് കൂടി മനസ്സിലാക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഒരു എക്സാമിന് പഠിക്കുമ്പോൾ അല്ലെ, ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുന്നവരാണെങ്കിലും ഓൾറെഡി നിരന്തരം എക്സാം എഴുതുന്നവരാണെങ്കിലും സിലബസ് പ്രോപ്പറായിട്ട് മനസ്സിലാക്കുക. സിലബസിന്റെ കോർ ഏരിയ എന്താണെന്ന് മനസ്സിലാക്കുക. ഇതിന്റെ കോർ ഏരിയ എന്ന് പറയുന്നത് ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്സ്, മലയാളം, മാത്സ്, ഇംഗ്ലീഷ്, കറണ്ട് അഫേഴ്സ് ആണ് അതിൻ്റെ കോർ ഏരിയ എന്ന് പറയുന്നത്. ആ കോർ ഏരിയാസിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ബാക്കി വാസ്റ്റ് ആയിട്ടുള്ള GK സെക്ഷൻസ് അതൊരു മോഡറേറ്റ് ലെവലിൽ നോക്കണം. ഈ പറയുന്ന കോർ ഏരിയാസ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ആ കോർ ഏരിയാസ് ആദ്യം പഠിച്ചു തീർക്കണം. ഓക്കെ, ഇനി എങ്ങനെ ഏത് രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് CPO അല്ലെങ്കിൽ WCPOയുടെ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തപ്പെടാൻ സാധിക്കും? നമുക്ക് നോക്കാം. നമ്മുടെ ഒരു എക്സാം പഠനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സിലബസ് മനസ്സിലാക്കുക. ഏത് എക്സാം ആയിക്കൊള്ളട്ടെ, CPO ആണെങ്കിലോ സിവിൽ എക്സൈസ് ഓഫീസർ ആണെങ്കിലോ ഫയർമാൻ ആണെങ്കിലോ ആദ്യം നമ്മൾ അതിൻ്റെ സിലബസ് പ്രോപ്പറായിട്ട് മനസ്സിലാക്കുക. എന്താണ് സിലബസ് ഡിമാൻഡ് ചെയ്യുന്നത്, സിലബസിൻ്റെ കോർ ഏരിയ ഏതാണ്, ഏതെല്ലാം കാര്യങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം തുടങ്ങിയ സിലബസ് പ്രോപ്പറായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മളൊരു എക്സാമിനെ സംബന്ധിച്ച് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. രണ്ടാമത് സ്ഥിരതയോടുകൂടിയുള്ള പഠനം അല്ലേ. പഠനം എപ്പോഴും ഒരു സ്ഥിരതയുള്ള പഠനമായിരിക്കണം. അതായത് ഇപ്പോൾ നമ്മൾ പഠിക്കുകയാണ്, ഇപ്പോൾ പഠിക്കാനിരിക്കുന്നു, ഇന്ന് നമ്മൾ പഠിക്കുന്നു, പിന്നീട് നാളെ പഠിക്കുന്നില്ല, മറ്റൊരു ദിവസം പഠിക്കുന്നു, അങ്ങനെയല്ല. ഒരു കൃത്യമായിട്ടുള്ള സമയം നിങ്ങൾ പഠനത്തിന് വേണ്ടി മാറ്റി വെക്കണം അല്ലെ. പലരും വർക്ക് ചെയ്യുന്നവരായിരിക്കും. വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ രാവിലെ 5 മുതൽ ഒരു 7 വരെ നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിക്കാമല്ലോ. അല്ലെങ്കിൽ വൈകിട്ട് പഠിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ വൈകിട്ടാണെങ്കിൽ ഒരു 9 മുതൽ 10 അല്ലെങ്കിൽ 11 മണി വരെ നിങ്ങൾക്ക് പഠിക്കാമല്ലോ. അങ്ങനെ കൃത്യമായിട്ടുള്ള സമയം ഈ പഠനത്തിന് വേണ്ടി മാറ്റി വയ്ക്കുക. ആ സമയം എന്തായാലും ഉറപ്പായിട്ടും പഠനത്തിന് വേണ്ടി മാത്രം മാറ്റിവെക്കുക അല്ലെ. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു സ്ഥിരതയോടുകൂടിയുള്ള പഠനം നമുക്ക് ആവശ്യമാണ് അല്ല. അത് എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. നമ്മളിപ്പോൾ ഒരു ജിമ്മിൽ പോവുകയാണെങ്കിൽ ജിമ്മിൽ പോവുകയാണെങ്കിൽ നമ്മൾ ഒരു ദിവസം നമ്മൾ വർക്ക് ചെയ്താൽ നമുക്ക് റിസൾട്ട് ഉണ്ടാവുമോ? ഇല്ല. ഒരാഴ്ച വർക്ക് ചെയ്താൽ റിസൾട്ട് ഉണ്ടാവും? ഇല്ല. നമുക്കൊരു റിസൾട്ട് ഉണ്ടാവണമെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളൊരു 3 മാസം അവിടെ പോകണം അല്ലേ. അപ്പം അതേപോലെ തന്നെ നമുക്ക് റിസൾട്ട് ബേസ് ചെയ്ത് നമുക്ക് റിസൾട്ട് ഉണ്ടാവണമെങ്കിൽ സ്ഥിരതയോടുകൂടിയുള്ള ഒരു പഠനം നമുക്ക് ആവശ്യമാണ്. അതില്ലാത്ത കൊണ്ടാണ് പലർക്കും അതിലേക്ക് അല്ലെങ്കിൽ ഈ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തപ്പെടാൻ സാധിക്കാത്തത്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്.
പിന്നീടാണ് എന്ത് ചെയ്യുക, ഈ മാറ്റം വന്ന SCERTക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം അല്ലേ. ഇപ്പോൾ ഈ കഴിഞ്ഞ എക്സാമുകൾ പരിശോധിക്കുകയാണെങ്കിൽ പുതിയ SCERTs 5 മുതൽ 10 വരെയുള്ള ടെക്സ്റ്റ് ബുക്കുകൾ മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. ആ മാറ്റം വന്ന ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതായത് സയൻസ്, സോഷ്യൽ സയൻസ് 5 മുതൽ 10 വരെയുള്ള സയൻസ്, സോഷ്യൽ സയൻസ് തുടങ്ങിയ ടെക്സ്റ്റ് ബുക്കുകൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ പഠിക്കണം. അടുത്താണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന കോർ ഏരിയാസ് ആയിട്ടുള്ള മാത്സ്, മലയാളം, ഇംഗ്ലീഷ്, സ്പെഷ്യൽ ടോപ്പിക്സ്, അതേപോലെ കറണ്ട് അഫേഴ്സ്, അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഏതൊക്കെയാണ്? മാത്സ്, മലയാളം, ഇംഗ്ലീഷ്, സ്പെഷ്യൽ ടോപ്പിക്സ്, കറണ്ട് അഫേഴ്സ്, അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതിന് PYQs ബേസ് ചെയ്ത് പഠിക്കുക തുടങ്ങിയാണ് അവിടെ ചെയ്യേണ്ടത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു PSCയിൽ ഒരു റാങ്ക് ലിസ്റ്റിൽ എത്തണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എന്താണ്? റിവിഷനാണ് അല്ലേ. പലരും ചുമ്മാ ഇങ്ങനെ പഠിച്ച് പോകും. പഠിച്ചു പോകുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് റിവിഷൻ നടത്താത്തതുകൊണ്ടാണ് നമുക്ക് എക്സാം ഹാളിൽ പോകുമ്പോൾ ഈ പറയുന്ന ക്വസ്റ്റ്യനിൽ അല്ലെങ്കിൽ കറക്റ്റായിട്ട് ആൻസറിലേക്ക് എത്തിച്ചേരാൻ സാധിക്കാത്തത്. നമ്മൾ ഒരാഴ്ച എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചോ, തിങ്കളാഴ്ച, ചൊവ്വാഴ്ച, ബുധൻ, വ്യാഴം, വെള്ളി 5 ദിവസം കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചോ അത് ശനി, ഞായറും കൊണ്ട് നിങ്ങൾ റിവിഷൻ ചെയ്യണം അല്ലേ. ഈ ഒരു റിവിഷൻ 2 ദിവസം എന്തായാലും നിങ്ങൾ റിവിഷന് വേണ്ടി മാത്രം മാറ്റി വെക്കണം. റിവിഷൻ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. റിവിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു PSCയുടെ റാങ്ക് ലിസ്റ്റിൽ എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം നമ്മൾ മറന്നുപോകും, പഠിച്ച കാര്യങ്ങൾ നമ്മൾ മറന്നുപോകും. അത് നമ്മുടെ തെറ്റല്ല. തീർച്ചയായിട്ടും നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കുന്നു അതൊക്കെ നമ്മൾ കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മൾ മറന്നുപോകും. മറന്നു പോകാതിരിക്കാൻ പ്രോപ്പറായിട്ടുള്ള ഒരു റിവിഷൻ നമുക്ക് നിർബന്ധമാണ്. റിവിഷൻ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ എത്തപ്പെടാനായിട്ട് സാധിക്കില്ല. സോ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചോ, ഒരു വീക്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചോ അത് ശനിയും ഞായറും കൊണ്ട് പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, PYQs പഠിക്കുക അല്ലേ. ഒരുപാട് PYQs ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. ആ PYQs ബേസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് അടുത്ത് ചെയ്യേണ്ടത്. ഈ ഒരു 6 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഈ ഒരു 6 കാര്യങ്ങൾ നിങ്ങൾ മാറ്റിയെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത CPO അല്ലെങ്കിൽ WCPO എക്സാമിന് വേണ്ടി അല്ലെങ്കിൽ ആ WCPO എക്സാമിൻ്റെ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ ഉണ്ടാവും അല്ലെ. എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? സിലബസ് മനസ്സിലാക്കണം അല്ലേ. സ്ഥിരത, അത് ഇമ്പോർട്ടൻ്റ് ആണ്. സ്ഥിരതയോടുള്ള കൂടിയുള്ള പഠനം, മാറ്റം വന്ന SCERTക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതേപോലെ കോർ ഏരിയാസിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. റിവിഷൻ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. റിവിഷൻ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ എത്തപ്പെടാനായിട്ട് സാധിക്കില്ല. അതേപോലെ PYQ ബേസ് ചെയ്തുള്ള പഠനവും ഉണ്ടെങ്കിൽ മാത്രമേ ഇനി വരാൻ പോകുന്ന CPO, WCPO റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. കാരണം കോമ്പറ്റീഷൻ കൂടുന്നു. അപ്പോൾ ആ കോമ്പറ്റീഷൻ മനസ്സിലാക്കി സ്ഥിരതയോടുകൂടിയുള്ള പഠനം ഉണ്ടെങ്കിൽ മാത്രമേ ഇനി വരാൻ പോകുന്ന എക്സാമുകൾ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലേ. അപ്പം അതിന് നിങ്ങളെ സഹായിക്കാനായിട്ടാണ് നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ഏറ്റവും പുതിയൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. CPO, WCPO ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ കൃത്യമായിട്ടുള്ള ടൈം ടേബിൾ ബേസ് ചെയ്തുള്ള പഠനം അല്ലെ, കൃത്യമായിട്ടുള്ള PYQ ബേസ് ചെയ്തുള്ള വീക്കിലി എക്സാമുകൾ, പുതിയ SCERT ക്ലാസ്സുകൾ എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ CPO, WCPO എക്സാമിന് വേണ്ടി കൃത്യമായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും യോജിച്ച ബാച്ച് ആയിരിക്കും നമ്മുടെ ഈ ഏറ്റവും പുതിയൊരു ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ബാച്ച് ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ എത്രയും വേഗം ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് ഈ പറയുന്ന അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് മുതലേ നിങ്ങൾക്ക് പഠിച്ചു പോകാം. അപ്പോൾ ഈ ബാച്ചിനെ കുറിച്ച് കൂടുതൽ അറിയാനും ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനുമായിട്ട് എന്ത് ചെയ്യുക, താഴെ കാണുന്ന നമ്പറിൽ നിങ്ങളെ കണക്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ആദ്യമായിട്ടാണ് നമ്മുടെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫോഴ്സ് ജോലി അല്ലെങ്കിൽ യൂണിഫോം ജോലി ആഗ്രഹിക്കുന്ന നിങ്ങളുടെ മറ്റു ഉദ്യോഗാർത്ഥികൾക്ക് ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട്, മറ്റൊരു സെക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.